കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകട്ടെ. നമ്മളിന്ന് സംസാരിക്കുന്ന വിഷയം യേശുക്രിസ്തുവിൻ്റെ അമ്മയും സഹോദരനും ആരാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 46 മുതലുള്ള വചനങ്ങൾ ഇപ്രകാരം പറയുന്നു. അവൻ ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ അമ്മയും സഹോദരരും അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ചു. പുറത്തു നിൽക്കുന്ന ഒരുവൻ അവനോട് പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരനും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു. യേശു അവരോട് പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരർ? തൻ്റെ ശിഷ്യരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും സഹോദരനും. സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. നമ്മൾ ഈ വചനഭാഗത്തു നിന്ന് മനസ്സിലാക്കുക, യേശുക്രിസ്തു ഭൂമിയിലേക്ക് അവതരിച്ചു. അന്ന് നമ്മളിപ്പോൾ സ്വാഭാവികമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ ഒരു കുഞ്ഞുണ്ടായി. നമ്മുടെ സഹോദരിക്ക് അല്ലെ സഹോദരനോ അല്ലെ നമ്മുടെ അയൽവാസിക്കോ ഒരു കുഞ്ഞുണ്ടായി. നമ്മൾ സാധാരണഗതി പറയുക, ആ കൊച്ച് അവരുടെ കൊച്ചാണ്, അവരുടെ കുഞ്ഞാണ്. പക്ഷേ ഇത് സർവ്വവും സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവം ഭൂമിയിലേക്ക് അവതരിക്കുന്നു, ഒരു മനുഷ്യരൂപം സ്വീകരിക്കുന്നു, ഭൂമിയിൽ അവതരിക്കുന്നു. ആ ഭൂമിയിൽ അവതരിക്കുന്ന സമയത്ത് കർത്താവിനോട് പറയുകയാണ്, ആ ദൈവത്തോട് പറയുകയാണ്, അതാ നിന്റെ സഹോദരനും അമ്മയും. അപ്പോൾ സ്വാഭാവികമായിട്ട് ദൈവത്തിനറിയാം, അതെൻ്റെ അമ്മയും സഹോദരൻ, ഞാൻ ഭൂമിയിൽ ഉരുവാക്കപ്പെടുവാൻ വേണ്ടി നിമിത്തമായ ശരീരമാണ് അമ്മ. അത് ഞാൻ മുൻകൂട്ടി ദൈവം മുൻകൂട്ടി കണ്ട ആ ഉദരമാണത്. ആ ഉദരത്തിലൂടെ ഭൂമിയിലേക്ക് യേശു ക്രിസ്തു അവതരിച്ചു. അപ്പോൾ യേശു ക്രിസ്തു പറയുന്ന മറുപടി ഇതാണ്, ആരാണ് എൻ്റെ ഇഷ്ടം, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരാണോ അവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. ആരാണ് സ്വർഗസ്പിതാവ്? കർത്താവായ യേശു ക്രിസ്തുവാണ് സ്വർഗസ്പിതാവ് എന്ന് പല ഭാഗത്തും പറയുന്നുണ്ട്. എന്നെ കണ്ടവൻ പിതാവിനെ കാണുന്നു, എന്നെ അറിയുന്നവൻ പിതാവിനെ അറിയുന്നു. അല്ലയോ പീലിപ്പോസേ, നീ ഇതുവരെ എന്നെ പിതാവിനെ അറിയുന്നില്ല എന്ന് എങ്ങനെ പറയുന്നു? വചനഭാഗത്തിൽ പല ഭാഗങ്ങളിൽ അത് പറയുന്നുണ്ട്. സ്വർഗസ്നായ പിതാവ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരാണോ അവരെല്ലാം യേശു ക്രിസ്തുവിൻ്റെ അമ്മയും സഹോദരന്മാരാണ്. നമ്മൾ പരിശുദ്ധ അമ്മയ്ക്ക് തീരെ പ്രാധാന്യം കുറവാണെന്ന് നമുക്കിവിടെ തോന്നും, എല്ലാവരും ഒരേപോലെയാണെന്ന് തോന്നും. പക്ഷേ ഒരു വസ്തുതയുണ്ട്, യേശുവിന് ക്രിസ്തുവിന് 600 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീയിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതരിക്കുമെന്ന് പ്രവചനമുണ്ടായിരുന്നു. ആ പ്രവചനം നടത്തി അന്ന് തന്നെ പരിശുദ്ധ മറിയം യേശുവിന് ഭൂമിയിലേക്ക് അവതരിക്കാനുള്ള ഉദരമായി നിശ്ചയിക്കപ്പെട്ടിരുന്നു. ആ പരിശുദ്ധ അമ്മ അത്രയും വിശുദ്ധയായ ഒരു സ്ത്രീക്ക് മാത്രമേ, അത്രയും വിശുദ്ധയായ, ലോകത്തിൽ ഏറ്റവും പരിശുദ്ധയായ ഒരു സ്ത്രീക്ക് മാത്രമേ കർത്താവിനെ വഹിക്കുവാൻ കഴിയുള്ളൂ. കാരണം ലോകത്തിൽ അത്രയും പരിശുദ്ധയായ അമ്മ വരുന്നിടം വരെ, ആ പരിശുദ്ധ അമ്മ ഭൂമിയിലേക്ക് വരുന്നത് വരെ, ആ പരിശുദ്ധ അമ്മ വരുന്നത് വരെ കർത്താവ് എത്തിയില്ല. കർത്താവ് എത്തിയത് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലൂടെയാണ്. ആ ഉരുവാക്കുന്ന ആ സമയത്ത് ലോകത്ത് ഇത്രയും വിശുദ്ധയായ ഒരു ആളുണ്ടായിരുന്നില്ല. ഇന്ന് സർവ്വവിശുദ്ധന്മാരുണ്ട്, സർവ്വപ്രവാചകരുണ്ട്, ഇന്ന് എല്ലാവരെയും കാണാം. ഇന്ന് പലരും വിശുദ്ധരാകുന്നത് പിന്നീട് ദൈവത്തെ അറിഞ്ഞ് വിശുദ്ധരാകുന്ന പലരുണ്ട്. വിശുദ്ധ പൗലോസിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അറിയാം, വിശുദ്ധ പൗലോസ് ആദ്യകാലത്ത് ഒരു ദുഷ്ടനായിരുന്നു. ക്രിസ്ത്യാനികളെ കൊല്ലുക എന്നതായിരുന്നു വിശുദ്ധ പൗലോസിൻ്റെ ഇത്. ക്രിസ്തീയ വിശ്വാസം പ്രചരിപ്പിക്കുന്നതിനെതിരെ ശക്തമായി പോരാടി
എത്രയോ ക്രിസ്ത്യാനികളെ ക്രിസ്തുവിൻ്റെ വചനം പ്രഘോഷിക്കുന്നതിനെതിരെ കൊല്ലുകയും അവരെ നിന്ദിക്കുകയും ചെയ്തിരുന്നൊരു മനുഷ്യനായിരുന്നു വിശുദ്ധ പൗലോസ്. ഒരു ദിവസം യേശു പൗലോസിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. പൗലോസ് അന്ധനായി തീർന്നു. അങ്ങനെയാണ് ദൈവവചനം കർത്താവായ യേശു ക്രിസ്തുവിനെ നേരിൽ കാണാൻ കഴിഞ്ഞു, ഭാഗ്യം ലഭിച്ചു. അങ്ങനെയാണ് വിശുദ്ധ പൗലോസ് ദൈവത്തിൻ്റെ സുവിശേഷം, കർത്താവ് യേശുവിൻ്റെ സുവിശേഷം ലോകത്തോട് പ്രസംഗിച്ച്. അങ്ങനെയാണ് വിശുദ്ധ പൗലോസ് വിശുദ്ധനായി തീർന്നത്. ഇന്ന് പല വിശുദ്ധന്മാരും വിശുദ്ധകളും ഒക്കെ ജന്മത്തിൽ ആയിരുന്നു, പാപിയായിരുന്നു. പക്ഷേ പരിശുദ്ധ അമ്മയെ സംബന്ധിച്ച് അങ്ങനെയല്ല. പരിശുദ്ധ അമ്മ പരിശുദ്ധയായിരുന്നു, ജന്മം കൊണ്ട് തന്നെ പരിശുദ്ധയായിരുന്നു, നിഷ്കളങ്കമായൊരു സ്ത്രീയായിരുന്നു. ഇത്രയും വിശുദ്ധയായ സ്ത്രീ ഈ ലോകത്തില്ലായിരുന്നു. അതാണ് നമ്മളിന്ന് പരിശുദ്ധ അമ്മയുടെ മാർഗദർശനം തേടുമ്പോൾ എവിടെയായാലും, കൃപാസന മാതാവിൻ്റെ അടുത്തായാലും, എവിടെ വേളാങ്കണ്ണി പള്ളിയിലെ മാതാവിൻ്റെ അടുത്താണേലും, നമ്മൾ പരിശുദ്ധ അമ്മ ഒന്നായ മാതാവ്, ഒരേ മാതാവ് പല പേരുകൾ അറിയപ്പെടുന്നതേ ഉള്ളൂ. വേളാങ്കണ്ണിയിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ പേരിൽ അറിയപ്പെടുന്നു, കൃപാസനത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ പേരിൽ അറിയപ്പെടുന്നു, ഇനി ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ പേരിൽ അറിയപ്പെടുന്നു. പക്ഷേ മാതാവ് ഒന്ന് തന്നെ. ആ മാതാവ് അത്ര പരിശുദ്ധയായിരുന്നു. ആ പരിശുദ്ധ ലോകത്ത് വന്ന ഏറ്റവും വലിയ പരിശുദ്ധയും വിശുദ്ധിയുമാണ് പരിശുദ്ധ അമ്മ. ആ പരിശുദ്ധ അമ്മ മുഖാന്തരം മധ്യസ്ഥം തേടുമ്പോൾ ഇന്നും അനുഗ്രഹങ്ങൾ കണ്ടമാനം ധാരാളം ലഭിക്കുന്നു. കാരണം അത്രമാത്രം വിശുദ്ധിയാണ്. കർത്താവായ യേശുവിന്, കർത്താവിന്, ദൈവത്തിന് ആ അമ്മയുടെ വാക്കുകൾ കേൾക്കാണ്ടിരിക്കാൻ പറ്റിയില്ല. ആ അമ്മ ആവശ്യപ്പെട്ടാൽ നിവർത്തിച്ച് കൊടുക്കാണ്ടിരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഇന്നും ഇഷ്ടമായ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ മുമ്പിൽ കാണുന്നത്. ഇത്രമാത്രം സാങ്കേതിക വിദ്യ വളർന്നിട്ടും, ഇത്രമാത്രം സാക്ഷ്യങ്ങൾ നമ്മുടെ മുമ്പിൽ കേട്ടിട്ടും നമ്മൾ എന്തേ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല? എത്ര രോഗികൾ സുഖപ്പെടുന്നു, ജന്മം കൊണ്ട് രോഗികളായവർ സുഖപ്പെടുന്നു, തലവാദം പിടിച്ച രോഗികൾ സുഖപ്പെടുന്നു, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാവുന്നു, രോഗങ്ങൾ തത്ക്ഷണം സുഖപ്പെടുന്നു, ത്വക്ക് രോഗങ്ങൾക്ക് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു സുഖപ്പെടുന്നത്, കാഴ്ച കിട്ടുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു. എത്രമാത്രം അത്ഭുതങ്ങൾ ഇന്നും ഈ ലോകത്ത് നടക്കുന്നു. എന്നിട്ടും നമ്മൾ കർത്താവായ യേശു വിശ്വസിക്കുന്നില്ല. നമ്മൾ എന്താണ്, ഏത് അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ഏതെങ്കിലും ആർക്കെങ്കിലും അത്ഭുതം പ്രവർത്തിപ്പിക്കാൻ ഇത്രമാത്രം രോഗങ്ങൾ സുഖപ്പെടുത്താൻ കഴിയുമോ? ഏത് മെഡിക്കൽ സയൻസിന് കഴിയുന്നുണ്ട്? മെഡിക്കൽ സയൻസ് ഉപേക്ഷിച്ച രോഗങ്ങൾ വരെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സുഖപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നത് കർത്താവിനെ? എന്താണ് നമ്മൾ ദൈവമായിട്ട് അംഗീകരിക്കാത്തത്? നമ്മൾ ആ വിശ്വാസം ഇല്ലാണ്ട് പോകുന്നു. നമ്മളെല്ലാം നേടി കുറച്ച് ഇന്നുള്ള ഏറ്റവും വലിയ വിഷയം, നമുക്ക് കുറേ സമ്പത്തായി, കുറേ വിദ്യാഭ്യാസമായി, കുറേ സ്ഥാനമാനങ്ങളായി. അപ്പോൾ നമ്മൾ രാജാവായി എന്നുള്ള കാഴ്ചപ്പാടാണ്. നമ്മൾ ദൈവത്തെ മറന്നു പോകുന്നു. അവിടെയാണ് നമുക്ക് പരാജയം ഉണ്ടാകുന്നത്. ഇന്ന് പല യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ക്രിസ്തീയ വിശ്വാസം ക്ഷയിച്ചു പോയത് കൊണ്ടാണ് ഇന്ന് ആ രാജ്യങ്ങളിൽ എല്ലാ വിഷയങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്താണ്? ഓരോരുത്തരും ദുഷ്ചിന്ത, ദുഷ്പ്രേരണയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിൽ വിശ്വാസമില്ല അത് വരുന്നതിൻ്റെ കാരണം എന്താണ് അതിന് കാരണം? നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവം എല്ലാ സുഖസൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും മനുഷ്യർ കൊടുത്തു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും അവിടെ നിന്ന് നൽകി. അത്ര അനുഗ്രഹങ്ങൾ അവിടെ നിന്ന് നൽകിയിട്ട് അവരെന്ത് ചെയ്തു? സുഖത്തിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവത്തെ മറന്നുപോയി. പണ്ടും ഇത് സംഭവിച്ചിട്ടുണ്ട്. പണ്ടും യേശുവിനെ ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് മോചിപ്പിച്ചു കർത്താവ്. ജനങ്ങളെ ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് മോചിപ്പിച്ച കർത്താവ് അന്ന് ജനങ്ങളെ രക്ഷപ്പെട്ടു. അവർ തേനും പാലും മുഴുവൻ കാനാൻ ദേശത്ത് എത്തിച്ചേർന്നു. അതിനുശേഷം ദൈവത്തെ അവർ മറന്നു. ഇന്നും അതുണ്ട്. നമുക്ക് ആ അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ ദൈവത്തെ ആശ്രയിക്കുന്നു. അല്ലാണ്ട് നമുക്ക് അത്ഭുതം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ മറക്കുന്നു. ആ വർഷം മാറണം. ദൈവമാണ് നമുക്കെല്ലാം നൽകിയത്. നമ്മൾ ഇന്നത്തെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കഴിവ്, നമ്മുടെ ബുദ്ധി എല്ലാം ദൈവം തന്നതാണ്. ദൈവത്തിന് ദാനമാണ്. അത് നമ്മൾ പരസ്പരം പങ്കുവെക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആ ദാനത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. നമ്മൾ എന്നും നന്ദിയുള്ളവരായിരിക്കും. കർത്താവായ യേശു ക്രിസ്തുവിന് നമ്മൾ എന്നും നന്ദി പറയുന്നവരായിരിക്കും. ഇന്നും എത്രയോ അത്ഭുതങ്ങൾ നടക്കുന്നു. ഇന്ന് എത്രയോ രോഗങ്ങൾ സൗഖ്യപ്പെടുന്നു. എത്രമാത്രം നമ്മുടെ കണ്ണുവിട്ടത് കാണുന്നു. ഞാൻ തന്നെ എത്ര കണ്ടിട്ടുണ്ട്. ഈ ലോകത്ത് എത്രമാത്രം നടക്കുന്നു. എനിക്ക് തന്നെ അനുഭവമുണ്ട്. പക്ഷേ നമുക്കത് പ്രഘോഷിക്കാൻ മടിയാണ്. നമ്മൾ ഇത്രമാത്രം കണ്ടിട്ട്, ഇത്ര അത്ഭുതം കണ്ടിട്ടും നമ്മൾ തള്ളിപ്പറയുന്നൊരവസ്ഥ. ദൈവത്തിനല്ലാതെ ആർക്ക് സാധിക്കും?
ദൈവം ഇത്രയും അത്ഭുതങ്ങൾ ഇന്നും അനേകായിരം വർഷങ്ങളായി. ഇന്ന് നമുക്ക് സാങ്കേതിക വിദ്യയിലെ ഇന്ന് നമുക്ക് ഈ ഇതുണ്ട്, യൂട്യൂബ് ചാനൽ, അല്ലെ ഇന്ന് ഇൻ്റർനെറ്റ് സൗകര്യമുണ്ട്. ഇന്നെല്ലാം ലൈവായി നമ്മൾ കാണുന്നുണ്ട്, അല്ലെ നമ്മൾ ആ വീഡിയോ കാണുന്നുണ്ട്. ഇത്രമാത്രം സാക്ഷ്യങ്ങൾ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ക്രിസ്തുവിൻ്റെ നാമത്തിൽ എത്രയായിരം രോഗികളെ സുഖപ്പെടുത്തുന്നു, എത്രയായിരം രോഗികൾ അത്ഭുതകരമായി സുഖപ്പാടുന്നു. മെഡിക്കൽ സയൻസ് തോറ്റ സ്ഥലത്ത് പോലും എത്രയായിരം ആളുകൾ ഒറ്റ നിമിഷം കൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ സുഖപ്പെടുന്നു. ഇത് കണ്ടിട്ട് എന്തുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നില്ല? ദൈവത്തെ അറിയുന്നില്ല. ഇത്രമാത്രം സാങ്കേതിക വിദ്യയുണ്ട്. എന്തിന്? നമ്മൾക്ക് എത്രമാത്രം കഴിവ് ദൈവം തന്നു, സാങ്കേതിക വിദ്യയിലും പരിജ്ഞാനത്തിലും എല്ലാം കഴിവ് തന്നു. ഇത്രമാത്രം മാറ്റങ്ങൾ. ഇതിൽ നമ്മൾ എന്തുകൊണ്ട് ദൈവത്തെ വിശ്വസിക്കുന്നില്ല? നമ്മൾ സിമ്പിളായിട്ട് ചിന്തിക്കൂ. ഈ ഭൂമിയുടെ കറക്ക് ഒരു നിമിഷം നിന്നാൽ, ഈ ഭൂമിയുടെ കറക്ക് ഒരു നിമിഷം, ഒരു സെക്കൻഡ് നിന്നാൽ ഇതെല്ലാം ചിന്ന ഭിന്നമായി പൊടിപൊടിയായി ഈ ആകർഷണമില്ലാണ്ട് ഭൂമിയുടെ ആകർഷണ ബലം നഷ്ടപ്പെട്ട് ചിന്ന ഭിന്നമായി പോകുകയില്ലേ? ആരെങ്കിലും ഉണ്ടാവോ? ഏതെങ്കിലും കെട്ടിട്ടുണ്ടാവോ? ഈ ഭൂമി കറങ്ങുന്നത് കൊണ്ടല്ലേ ഇന്ന് നമ്മൾ ഇങ്ങനെ സുരക്ഷിതമായി ഈ ആകർഷണത്തിന് വലയത്തിനുള്ളിൽ നിൽക്കുന്നത്. ഇന്ന് ചിന്തിച്ചു നോക്ക്. ഒറ്റ നിമിഷം മതി, എന്നിട്ടാണ് നമ്മൾ അങ്ങോട്ടും പരസ്പരം പോരാടുന്നത്. എന്തിനു പോരാടുന്നു? ഒന്ന് കുലുങ്ങിയാലേ, ഒന്ന് ഭൂമി കുലുങ്ങിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എല്ലാം തീരും, എല്ലാം നശിക്കും. ഒരു ഉരുൾപൊട്ടൽ വന്നു, എത്ര ആൾക്കാർ മരിച്ചു? നമ്മൾ കാണുന്ന നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യമാണ്. എത്ര ആൾക്കാർ മരിച്ചു? ഒരു മഴയെ പോലും നമുക്ക് നിയന്ത്രിക്കാൻ കഴിവില്ല. ഒരു കാറ്റിനെ പോലും നമുക്ക് നിയന്ത്രിക്കാൻ കഴിവില്ല. ഒരു കാലാവസ്ഥ പോലും മര്യാദയ്ക്ക് നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നില്ല. മഴ പെയ്യുമെന്ന് അറിയാം, ഇങ്ങനെ ഉരുൾപൊട്ടാവുന്നുണ്ടാകുന്ന രീതിയിൽ മഴ പെയ്യുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, എത്ര സാങ്കേതിക വിദ്യ ഉണ്ടായിട്ടും. എന്നിട്ട് ഈ സാഹചര്യത്തിൽ പോലും നമുക്കറിയാം, ദൈവം കർത്താവായ യേശു ക്രിസ്തു വഴി എത്രയായിരം ലക്ഷക്കണക്കിന് ആളുകൾ സുഖപ്പെടുന്നുണ്ട്, രോഗികൾ സൗഖ്യപ്പെടുന്നുണ്ട്. ഇത് കണ്ടിട്ടും ഇന്ന് എത്ര മീഡിയ നോക്കാം, നമുക്ക് ഓൺലൈൻ മീഡിയ നോക്കാം. അതിൽ കള്ളന്മാരുണ്ട്, കള്ള നാണയങ്ങളുണ്ട്. അത് പിശാചിന്റെ പ്രവൃത്തിയാണ്. കള്ളനാണയങ്ങൾ കള്ളത്തരം കാണിക്കുന്നു, രോഗികളെ സുഖപ്പെടുത്തിയായിട്ട് കാണിച്ചുകൊണ്ട് അവർ പൈസ ഉണ്ടാകാൻ വേണ്ടി ചെയ്യുന്നു. അല്ലാണ്ട് ജനുവിനായ ലക്ഷക്കണക്കിന് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നമ്മൾ കാണുന്നില്ലേ? ആ ജനുവിനായ ലക്ഷക്കണക്കിന് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കണ്ട് നിനക്ക് നിന്റെ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ രക്ഷപ്പെടുകയില്ല. നീ രക്ഷപ്പെടണോ? നീ രക്ഷപ്പെടണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക എന്നാൽ മാത്രം നീ രക്ഷപ്പെടുള്ളൂ. ഇത്രമാത്രം ലക്ഷക്കണക്കിന് അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ട് നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ എന്ത് പറയുന്നു? അത് നിൻ്റെ വീഴ്ച, അതല്ലേ എൻ്റെ വീഴ്ച. അത്രമാത്രം എനിക്ക് പറയാൻ വഴിയുള്ളൂ. എന്തിലാട്ടെ, കർത്താവായ യേശു ക്രിസ്തു നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടുകൊണ്ട് തന്നെ അനുഭവിച്ചുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയട്ടെ. കർത്താവ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവെ, ഞങ്ങളെ എല്ലാവരെയും കാത്തോളണമേ.